ഗൈസ്. അങ്ങനെ കാത്ത് എണ്ണി ക്രിസ്മസ് വെക്കേഷൻ ആയി. നൈസ് വണ്ടിയില്ലേ? വണ്ടി അങ്ങ് തമിഴ്നാട്ടില്, നമ്മളിപ്പോ പാലക്കാട് എത്തിട്ടാ. ഈ പാലക്കാട്ടില് കാറ്റ് അടിക്കുമ്പോ എന്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സന്തോഷമാണ്. കണ്ട എന്റെ മുഖത്ത് കാണാനില്ല തെളിച്ചം, പക്ഷെ കയ്യില് തെളിച്ചം നോക്ക്. വാച്ചിട്ടോടെ മാത്രം വെള്ളം. ടാൻ അടിച്ചിട്ടേ അതൊക്കെ അവിടെ നിക്കട്ടെ. പിന്നെ നേരെ എങ്ങടെ പോയി നമ്മുടെ സ്വന്തം സൂഫി മന്തിക്ക്. കുറച്ചും കൂടെ പൊലിവാവണമെങ്കിൽ ഇനി ടേസ്റ്റ് ബഡ്സിനെയും കൂടെ സന്തോഷിപ്പിക്കണമായിരുന്നു. എല്ലാരും ചത്ത് കിടക്കാണ്, എരിവും പുളിയൊന്നും കിട്ടാണ്ടേ. ഒരു കിട്ടിലും മന്തിയൊക്കെ കഴിച്ച് പിന്നെ ഇറങ്ങിയാണ്. ഏത് ഹോട്ടലിൽ പോയാലും ഈ സാധനം പെറുക്കിയിട്ട് തിരിച്ചിറങ്ങുള്ളൂ. പിന്നെ നേരെ നമ്മുടെ ഹോം ടൗണിലെത്തി. നെമ്മാർ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോ വല്ലാത്ത പൊലിവായി. അവിടുന്ന് ബസ് കയറി 10 മിനിറ്റ് പോലും ഇല്ല വീട്ടിലേക്ക്. ഇവിടെ വൈകുന്നേരം ആകുമ്പോ ഒടുക്കത്തെ തണുപ്പ് ഗായ്സ്. മോന്തി നേരം ആകുമ്പോ അമ്മ വിളക്ക് വെക്കണൊക്കെ കണ്ട് വെളിയിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇത്ര നേരം ചത്ത പോലെ ഉറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. അമ്മാമ്മന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഇറങ്ങിയപ്പോ വേഗം എത്തി കൂടെ. അങ്ങോട്ട് പോയപ്പോ ഫ്രണ്ടിൽ തന്നെ നിക്കാണ്. കാരണം ഒരു ഫോൺ കണ്ടപ്പോ തന്നെ അപ്പാപ്പ എന്നെ പ്രാകാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, അപ്പാപ്പന്റെ കുപ്പിനെ ഞാൻ എയറിലാക്കി എന്നാ പറയണേ. നാട്ടുകാരൊക്കെ ഇപ്പൊ അപ്പാപ്പന് ഫാൻസ് ആയി. കണ്ട സിംഗം ഷോർട്സ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു. അപ്പോഴാണ് ആ രാത്രി സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നത്, എന്റെ സ്വന്തം പൊന്നാങ്ങള. അപ്പൊ അത്രേ ഉള്ളൂ, ബൈ.